ഹലോ എവ്രി വൺ, ലവ്ലി റണ്ണറിൻ്റെ 10ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ്ലി റണ്ണറിൻ്റെ 10ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ സുഞ്ചി ഇംസോളും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംസോൾ പറഞ്ഞു ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യം. അപ്പോൾ സുഞ്ചയ്ക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. നീ എങ്ങനെയാണ് സുഞ്ച ഇവിടുന്ന് വന്നത്, പിന്നെ എങ്ങനെയായിരുന്നു, ഇപ്പം എന്ത് കാരണത്താലാണ് വന്നത്, നീ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ 2023 നിന്ന് വന്നതാണ് 2008. അപ്പോൾ ഇതാണ് എൻ്റെ ടൈം മെഷീൻ എന്നൊക്കെ പറഞ്ഞ് സുഞ്ചൻ്റെ വാച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ അമർത്തിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എന്ത് കാര്യത്തിനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൾ മനസ്സിലുണ്ട് കാരണം അവനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവൾക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞാലും അത് ടൈം സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അവൾ ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഞ്ചയ്ക്ക് കുറച്ചൊക്കെ നമുക്കിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ കുറേയൊക്കെ അവന് വിശ്വാസം വരുന്നില്ല, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഞ്ചയ് മനസ്സോടെ കുറേയൊക്കെ കേട്ടു, ഓക്കെ ഞാൻ തന്നെ ആയിരിക്കാം എന്നൊക്കെ രീതിയിൽ അവൻ ആകെ കുറച്ച് കൺഫ്യൂഷനിലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കട്ടോ ഈ ടൈം മെഷീൻ്റെ കാര്യം എന്തൊക്കെ. എന്നിട്ട് ആ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടോ, എന്താ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്, എന്താ സംഭവം, ഫ്യൂച്ചറിൽ നിന്ന് അങ്ങനെ ഒരു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി നമ്മളെ ഇതിലോട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നത് നീ എന്തിനാ അതൊക്കെ അറിയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിറ്റേത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംസോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ശരിക്കും US പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഈ കൈൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലേന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇനി പേടിക്കേണ്ട ഞാൻ എന്തായാലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആലോചിച്ച് അവൾ നിൽക്കുകയാണേ. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ സൂപ്പർ സ്റ്റാർ കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയിൽ, അതായത് K-പോപ്പിൻ്റെ ഒരു ഓഡിഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇൻഹ്യുക്കിനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സുഞ്ചയാണ് വോക്കലിസ്റ്റായിട്ട് വരേണ്ടത്, എന്നാലേ അവർക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുഞ്ചനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഇവൻട്ടോ. അപ്പോഴാണ് നമ്മുടെ ഇൻഹ്യുക്ക് അറിയുന്നത് ഇവൻ US പോവുകയാണെന്നൊക്കെ അവൻ്റെ അച്ഛൻ്റെ വായിന്ന് കേൾക്കുകയാണ്. ഓക്കെ, ഇവളാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്ന് അവിടെ നടന്ന ക്രൈമിനും ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെ അങ്ങനെ ഐഡിയാസ് കൊടുക്കുകയാണ്. കാരണം അവളുടെ കിഡ്നാപ്പ് ചെയ്ത് അന്ന് തന്നെ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സീനിനെ പറ്റിയിട്ടൊക്കെ ഇവളിങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു. അപ്പോൾ അതായത് ട്രക്കും കാര്യങ്ങളൊക്കെ ആരുടെയാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അവൾ കോളേജിലോട്ട് വരുമ്പം ഇവിടെ ബ്രദറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇംസോളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ ബ്രദർ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്, കാരണം ആ കിസ്സിങ്ങിൻ്റെ സീനൊക്കെ ഓർമ്മ വന്നിട്ട്. പിന്നെ ഇവർ ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ സുഞ്ച ഉണ്ടായിരിക്കും ആ ക്ലാസ്സിൽ. അപ്പോൾ അങ്ങനെ പറയും നിനക്ക് വേണ്ടിയിട്ടാണോ ഇനിയിപ്പോൾ സുഞ്ച ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ സുഞ്ചേൻ്റെ അടുത്താണെങ്കിൽ ഒരു പെൺകുട്ടി വന്നിരിക്കും. ഇവൾക്കാണെങ്കിൽ ഇത്തിരി പൊസീവ്നെസ് ഉണ്ട്. ഇവളിങ്ങനെ അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സുഞ്ചയും ആ പെൺകുട്ടിയും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇംസോളും ബെസ്റ്റ് ഫ്രണ്ടും കൂടെ അവളും വരുന്നുണ്ട്. ഇവളാണെങ്കിൽ പെട്ടെന്ന് കുടിച്ചിട്ട് ഓഫായിപ്പോയി, അതായത് ഫ്രണ്ട്. അപ്പോൾ ഇംസോൾ ഇങ്ങനെ അവളുടെ കയ്യിലുള്ള കുറച്ച് ചില്ലറ പൈസ നിലത്ത് വീണുപോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയപ്പോൾ നേരെ പോയി പെട്ടത് ഇവരുടെ ടേബിളിൻ്റെ താഴെയാണ്. അപ്പോൾ അങ്ങനെ ഒളിച്ച് നിന്നിട്ട് ഇവർ കോൺവെർസേഷൻസൊക്കെ കേട്ടു. എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അത് സുഞ്ചേൻ്റെ അടുത്ത് മറ്റേ കുട്ടി പ്രപ്പോസ് ചെയ്യുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ അവർ തമ്മിൽ കിസ് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ ആക്ച്വലി കിസ് ചെയ്യില്ല, അവൻ്റെ മുഖത്ത് ഒരു ഇതുണ്ടായിരുന്നു, ഐലാഷ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയായിരുന്നു അവൾ. പക്ഷേ ഇവള് കിസ് ചെയ്യാനൊക്കെ തെറ്റിദ്ധരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടും. കാരണം അവൻ്റെ ഫ്രണ്ട്സിന് ആ ടൈമിൽ തന്നെ അവൻ്റെ സുഞ്ചേൻ്റെ ഇവളുടെയും ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നാണക്കേട് ആലോചിച്ചിട്ട് അവളെ വേസ്റ്റ് ബിന്നൊക്കെ തലയിലിട്ടിട്ട് ഓടും കേട്ടോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് പാവം ഇംസോളിനാകെ സങ്കടമായിട്ടുണ്ടായിരിക്കും അതിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയേ. അപ്പോൾ സുഞ്ച പറയും അവളിപ്പോൾ എന്തിനാ സങ്കടപ്പെടുന്നത്, അവൾക്ക് തന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ ഇപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് ഇഷ്ടമല്ലേ, പക്ഷേ അവളുടെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ ശരിക്കും ഇഷ്ടമുള്ള പോലെയാണെന്നൊക്കെ പറയുക. അപ്പോൾ അവൾ ഭയങ്കര പോസിറ്റീവ്നെസ് ആയിട്ട് നടക്കുന്നുണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ ആക്ച്വലി ശരി തന്നെയാണ്. ഇവള് വീട്ടിൽ വന്നിട്ട് ഭയങ്കര കുടിയിട്ടോ, ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ കിസ് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളും ബ്രദറും കൂടെ എങ്ങനെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടം പറഞ്ഞു തീർക്കുകയാണേ. ഈ സങ്കടം പറഞ്ഞു തീർക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ചെരുപ്പ് മേലെ റൂഫ് ടോപ്പിൽ നിന്നിട്ടാണ് അടിക്കുന്നത്, താഴത്തോട്ട് പോവേ സുഞ്ചേൻ്റെ കാലിലേക്കാണ് വീഴുന്നത്. സുഞ്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇവൾ മേലെ കിടന്ന് ആർക്കുന്നതൊക്കെ. എന്നിട്ട് സുഞ്ച ഇങ്ങനെ ചോദിക്കും നീ ശരിക്കും ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്, നീ ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ, നീയല്ലേ ആ ബാസ്ക്കറ്റ് കമത്തിയിട്ട് പോയത്. പറയാം ഇല്ല ഞാൻ വന്നിട്ടില്ല, ഞാൻ നിങ്ങൾ കിസ് ചെയ്തൊന്നും കണ്ടില്ല എന്നൊക്കെ പറയേ. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ശരിക്കും നിനക്ക് തന്നെ ഒരു വട്ടം പോലും ഇഷ്ടമായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും, ഭയങ്കര സങ്കടത്തിലിട്ടു. പക്ഷേ ഇവള് പറയും ഇല്ല ഇഷ്ടമായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു ഉദ്ദേശം ഇവനെ രക്ഷിക്കുക എന്ന് മാത്രം. രണ്ടുപേരും അങ്ങനെയൊക്കെ പറഞ്ഞു പോയതിൻ്റെ ശേഷം രണ്ടുപേരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേസോങ് അറിയുന്നുണ്ട് ഇംസോളിനെ കിഡ്നാപ്പ് ചെയ്ത കാര്യം ഇതൊക്കെ കേട്ടോ. അപ്പോൾ അവനും ആകെ ഷോക്ക് ആവുന്നുണ്ട്. അതായത് സെക്കൻഡ് ലീഡിൻ്റെ അച്ഛനാണ് ഡിറ്റക്റ്റീവ്. പിന്നെ നമ്മുടെ സുഞ്ചേൻ്റെ ഫ്രണ്ട്
ഈ ഓഡിഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സുഞ്ചി ഓഡിഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരും. സുഞ്ചി സോറി എന്തായാലും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. സുഞ്ചി പറഞ്ഞു ഞാൻ പങ്കെടുത്തോളാം, കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ വലിയ വിഷയമൊന്നുമില്ല, ഞാൻ എന്തായാലും വോക്കലിസ്റ്റായിട്ട് വന്നോളാം എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ സെക്കൻഡ് ലീഡും ഇംസോളും തമ്മിലൊരു കോൺവെർസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലീഡ് അറിയുന്നുണ്ട് കിഡ്നാപ്പ് ചെയ്ത കാര്യം. അപ്പം സെക്കൻഡ് ലീഡിന് ആകെ സോറി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ അവനാകെ വന്ന് പറയുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ സുഞ്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടമാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൊസസീവ്നെസ് ആണല്ലോ, ഒത്തിരി ജലസാണ് അവരുടെ ഇടയിൽ. അപ്പം ഇംസോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സത്യം പറയുന്നുണ്ട്, ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് വന്നത്, 2023 അച്ഛൻ്റെ അടുത്ത് ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് പറയണം, എന്നല്ല ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, സുഞ്ചി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്തിനാ എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യം, നീ ശരിക്കും നീ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സുഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഓഡീഷന് പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ശരിക്കും ഈ പാട്ട് ഇംസോൾ എവിടെ നിന്ന് ഫ്യൂച്ചറിൽ തന്നെ കേട്ടതായിരിക്കുമോ, എന്താ ഇപ്പോൾ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവർ ഇങ്ങനെ പോലീസും കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവനെ അറസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ തേസോങ്ങും ഇവളും ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുക ഓരോന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളെ വീട്ടിൽ വാട്ടറിൻ്റെ പൈപ്പ് മേലെ ലീക്കായിട്ടുണ്ടായിരിക്കും. അവിടെ ആകെ വെള്ളമായിരിക്കും. അപ്പോൾ സുഞ്ചി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്, തേസോങ്ങും വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണല്ലോ. ഓക്കെ, അപ്പം ഇവർ ഓരോ നല്ല കോമഡി സീൻസൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇവർ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് 2ഉം 3ഉം ഒക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട്. ആ അടീൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഇലക്ട്രിക്കിൻ്റെ ഒരു സാധനം ഇങ്ങനെ വെള്ളത്തിലോട്ട് വീഴാൻ നിൽക്കുമ്പോൾ ഇവൾ പോയിട്ട് ബ്രേക്കർ ഓഫ് ആയി നോക്കാണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇംസോളിൻ്റെ പേരിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവാം, നീ ബസ്സൊന്നും ഉണ്ടാവില്ലല്ലോ തേസോങ്ങ, നമുക്കിവിടെ നിൽക്കാമെന്നൊക്കെ പറയും. കാരണം സുഞ്ചിൻ്റെ വീട് അപ്പുറത്ത് തന്നെയാണ്. തേസോങ് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറയും. അപ്പോൾ സുഞ്ചി പറയും, ഇവൻ ഇവിടെ നിൽക്കണ്ട, ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാം, എൻ്റെ വീട് അടുത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഞ്ചി തേസോങ്ങിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇങ്ങനെ സുഞ്ചയ് വലിയ ഇഷ്ടമൊന്നുമില്ല, അവർ തമ്മിൽ ഇങ്ങനെ ചെറിയൊരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെ വാക്തർക്ക് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ലീഡ്, നീ എന്തിനാ എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ എടുക്കുന്നത്, അവളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ പോയി പ്രപ്പോസ് ചെയ്യേ, പിന്നെ അവളാണെന്നുണ്ടെങ്കിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവനും ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സുഞ്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ US പോകാനുള്ളൊരിത് കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ പോവുകയാണ്. അപ്പോൾ ഓഡിഷൻ അവന് ശരിക്കും പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ അന്ന് ഇവൾ പോകുന്നുണ്ട്, കാണാൻ വേണ്ടി പോകുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല കേട്ടോ. പക്ഷെ അവൾക്ക് നല്ല സമാധാനമുണ്ട്, ഇങ്ങനെ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്തൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. നമ്മുടെ സുഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഓരോന്ന് അച്ഛൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച്, കാരണം സോളിൻ്റെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവനക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് അവർ കുഴിച്ചിട്ട് ഗിഫ്റ്റ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് എടുക്കാൻ പോകുന്നുണ്ട്. ഇതേ സമയം ഓഡീഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഓഡീഷനിൽ അവർ പാസ്സാവുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഞ്ചി പാടിയ പാട്ട് അവർ പ്ലേ ചെയ്തിട്ട് അവർ ഗിറ്റാറും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് അവർ സെലക്ട് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സോള് പിന്നെ ഇങ്ങനെ സങ്കടത്തിൽ നടന്നു വരിക, സുഞ്ചി പോയല്ലോ, ആ സങ്കടത്തിൽ ഇങ്ങനെ നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാൻ ഇങ്ങനെ പുറകെ അവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് തോന്നിയതാണ്. സുഞ്ചി അങ്ങനെ പറയുന്നുണ്ട്, സുഞ്ചി അങ്ങനെ വന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അറിയാം, ഞാൻ ആ ഗിഫ്റ്റ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എഴുതിയ കുറച്ച് ലെറ്റർ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഫ്യൂച്ചറിലോട്ട് അവൻ എഴുതിയ ലെറ്ററാണ്, അതിൽ വേറെ ഒന്നുമില്ല. അന്ന് തുറന്ന് ആ ഒരു പേപ്പറിൽ അവൾ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി, ജീവിച്ചിരിക്കുന്നതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറയും. അപ്പോൾ അവന് ശരിക്കും മനസ്സിലാവുന്നുണ്ട് 2023 അവൻ മരിക്കുന്നുണ്ട്. അപ്പോൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇംസോള് ഇങ്ങോട്ട് നമ്മുടെ ഈ പാസ്റ്റിലോട്ട് വന്നത് എന്നൊക്കെ. എന്നിട്ട് ഇക്കാര്യം അവളടുത്ത് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ ഒഫീഷ്യലായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അവർ കിസ് ചെയ്യും, പിന്നെ ഒഫീഷ്യലായിട്ട് ഡേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ആരും വീഡിയോ മിസ്സാക്കരുത്. താങ്ക് യു.